അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇന്ന് പമ്പയിലെത്തും. പമ്പ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ നാളെ രാവിലെ 9:30 ഉദ്ഘാടന ചടങ്ങ്. സംഗമത്തിൽ 3500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. പമ്പാ തീരത്തും പരിസരത്തും കനത്ത സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് നമുക്കൊപ്പം CK അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാൽ, ലോകത്തുള്ള ഭക്തർ വിശ്വാസികൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി. അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ പരാതികളൊക്കെ കേൾക്കാൻ ഒരു വേദി ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? അറിയ പമ്പ മണർപ്പുറത്ത് അല്ലെങ്കിൽ പമ്പ തീരത്ത് 3 ഇടങ്ങളിലായാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേദി ഒരുക്കുന്നത്. പ്രധാന പവലിയൻ്റെ പ്രവേശന കവാടമാണ് നമുക്ക് ദൃശ്യങ്ങളിലുള്ളത്. എത്തിച്ചേരുന്ന ആളുകൾ ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അവിടെ നിന്ന് അനുവദിക്കുന്ന പ്രത്യേക പാസ് കൊണ്ടാണ് പിന്നീട് പ്രതിനിധികൾ പ്രധാന പവലിയൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഇവിടെ എത്തിയാൽ സുരക്ഷാ പരിശോധനയായിരിക്കും പിന്നീട് അവരെ കാത്തിരിക്കുക. അങ്ങനെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിനിധികൾക്ക് ഉള്ളിലേക്ക് കടക്കാം. 38,500 ചതുരശ്ര അടി വലിപ്പമുള്ളതാണ് പ്രധാനപ്പെട്ട പവലിയൻ. അതിൻ്റെ സ്വീകരണ റിസപ്ഷൻ ഭാഗം കഴിഞ്ഞു വരുന്ന ഇടത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കണക്കാക്കുമ്പോൾ ഏറെക്കുറെ 3000-നടുത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ദൃശ്യങ്ങളിൽ ബ്ലാക്ക് സ്ക്രീൻ പോലെ കാണാൻ കഴിയുന്നതാണ് ഉദ്ഘാടന വേദി. രാവിലെ 6 മണിയോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിക്കും. ശേഷം 9:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം എത്തി മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. അങ്ങനെ നാളെ 9:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചാൽ 2 മണിക്കൂർ സമയം കൊണ്ടത് പൂർത്തിയാക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായാൽ ഉടൻ തന്നെ ഇവിടെ നിന്നും മടങ്ങും. 12 മണിക്ക് അദ്ദേഹത്തിന് അടൂരിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യും. മുഖ്യമന്ത്രിയെ കൂടാതെ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജ് ഉണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അതിൻ്റെ ഭാഗമാവുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഒക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ചുരുങ്ങിയ അളവിൽ മന്ത്രിമാരും മാത്രമായിരിക്കും ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുക. പിന്നീട് വിവിധ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവതരിപ്പിക്കപ്പെടുന്നത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. മുൻ ചീഫ് സെക്രട്ടറി ജയകുമാറാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മറ്റ് ഇടങ്ങൾ 2 ഇടങ്ങൾ, അതായത് പ്രധാനപ്പെട്ട പവലിയനിൽ നിന്നും മാറി ഏറെക്കുറെ 300 മീറ്റർ മാറി ഉള്ള ഇടം, അവിടെ ഒരു സ്ഥിരം വേദി നിലവിൽ തന്നെയുണ്ട്. അവിടെയാണ് ഒരു സെമിനാറിൻ്റെ വേദിയായി മാറുന്നത്. മറ്റൊന്ന് ഹിൽ ടോപ്പിൽ മുൻപ് പാർക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ പവലിയൻ തീർത്തിട്ടുണ്ട്. അവിടെ മറ്റൊരു സെമിനാറിന് വേദിയായി മാറുന്നുണ്ട്. തിരക്ക് നിയന്ത്രണം എന്നുള്ള വിഷയമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക. മറ്റൊന്ന് അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഇവിടെ എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് ഈ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടെത്തി ഒരു ചോദ്യാവലി തയ്യാറാക്കി നൽകി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അനുയോജ്യമായ വേദിയിലേക്ക് മാറ്റും. പിന്നീട് വിഷയ അവതരണവും തുടർന്ന് ചർച്ചയും അഭിപ്രായ രൂപീകരണവുമായി മാർഗനിർദ്ദേശങ്ങളുണ്ട്. ദർശനത്തിന് വേണ്ടി എത്തുന്ന ഒരു ഭക്തർക്കും ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടാകരുത്. നേരത്തെ വെർച്വൽ ക്യൂ ഒക്കെ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കില്ലേ നാളത്തെ സംഗമം? ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൻ്റെ ഒരു ചില്ലി പൈസ പോലും വിനിയോഗിക്കാൻ പാടില്ല എന്ന് വളരെ മുൻപ് തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ ഒരു ദിവസത്തെ ക്രമീകരണങ്ങൾക്കായി ഏറെക്കുറെ 7 കോടി രൂപ ചെലവ് വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് സ്പോൺസർഷിപ്പിലൂടെ അതല്ലെങ്കിൽ CSR ഫണ്ട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഏജൻസികളുണ്ട്. അവരിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട ധനസമാഹരണം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ എത്തിച്ചേരുന്ന പ്രതിനിധികളിൽ ശബരിമല ദർശനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ എത്തിച്ചേരുന്ന മറ്റ് ഭക്തർക്ക് യാതൊരു തടസ്സവും കൂടാതെ ദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിരന്തര നിരീക്ഷണം ഉണ്ട് എന്നതിനാൽ തന്നെ അണുവിട പോലും പിഴവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലുമൊക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.